അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു. ഫ്ലാഷ് മീഡിയയുടെ ലെറ്റ്സ് ടോക്ക് എന്ന പ്രോഗ്രാം ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതരായ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സയ്യിദ് ത്വാഹ തങ്ങൾ പൂക്കോട്ടൂർ. വെൽക്കം ടു അവർ പ്രോഗ്രാം. ത്വാഹ തങ്ങൾ ആ പേര് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു വലിയ വിഭാഗത്തിന് പിന്നെ ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാതെ സ്വീകാര്യമായ ഒരു നാമമാണ്. ഏറെ സന്തോഷമുണ്ട്. സയ്യിദ് ത്വാഹ തങ്ങൾ അങ്ങനെ തന്നെയല്ല അറിയപ്പെടാറുള്ളത്. ത്വാഹ തങ്ങൾ പൂക്കോട്ടൂർ സ്വദേശിയാണ്. പൂക്കോട്ടൂരിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ഒരുപാട് വിപ്ലവങ്ങൾ, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ട്. ഏതായിരുന്നാലും ആ ഒരു നാമധേയത്തിലാണ് തങ്ങൾ അറിയപ്പെടുന്നത്. ആരാണ് പൂക്കോട്ടൂർ സയ്യിദ് ത്വാഹ തങ്ങൾ എന്ന് ചോദിച്ചാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അതിന് ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. എന്നാലും ഒരു പക്ഷേ ഇതിൽ കേട്ടിട്ട് അറിയാത്തവരുണ്ടാവുമല്ലോ. ഞാൻ അറിയുന്നത് ത്വാഹ തങ്ങൾ എന്ന് പറയുന്ന ഒരു മദ്ഹ് ഗാനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു മാദിഹ്. അതിലപ്പുറം ഒരുപാട് കാര്യങ്ങൾ തങ്ങളിൽ നിന്ന് നമുക്കറിയാനുണ്ട്. മാദിഹിനെ നമ്മൾ കാണുന്നത് സ്വാഭാവികമായിട്ടും ഒരു യൂട്യൂബിൽ അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വേദിയിൽ വെച്ച് കാണുന്നു. അതിലപ്പുറം ചില കാര്യങ്ങൾ സംസാരിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുവാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ്. എവിടെയാണ് ശരിക്ക് സ്വദേശം? മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടൂർ എന്ന ഗ്രാമത്തിലാണ്. പള്ളിമുക്കാണ് നമ്മളെ മഹല്ല് വരുന്നത്. ജനിച്ചത് പൂക്കോട്ടൂരല്ല, ജനിച്ചത് ഉമ്മാൻ്റെ നാട് പരപ്പനങ്ങാടിയിലാണ് ജനനം. സ്വന്തം നാട് പൂക്കോട്ടൂർ. അവിടെ തന്നെയാണോ, ഈ പരപ്പനങ്ങാടിയിൽ തന്നെയാണോ ചെറുപ്പകാലത്ത് പഠനമൊക്കെ നടന്നിരുന്നത്? അല്ല, പഠനം പൂക്കോട്ടൂർ തന്നെയാണ്. പൂക്കോട്ടൂരിലാണ്. അവിടെ പ്രാഥമിക വിദ്യാഭ്യാസം, മദ്രസ, സ്കൂൾ ഒക്കെ പരിസരത്തുള്ള അങ്ങനെ ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഡയറക്റ്റ് വിഷയത്തിലേക്ക് കിടക്കല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് വരുന്നത്? സ്വാഭാവികമായിട്ടും ചില പാട്ടുകാരൊക്കെ വരുന്നത് ഈ സാധാരണ രൂപത്തിൽ, പിന്നെ ഒരു ടിപ്പിക്കൽ സ്റ്റൈലിൽ മദ്രസിലെ കലോത്സവങ്ങൾ അല്ലെങ്കിൽ സ്കൂൾ പ്രോഗ്രാംസിലൊക്കെ വന്നാണ്. നിങ്ങൾക്ക് എന്താണ്, എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? എന്നാണ് നിങ്ങളെ പാട്ടുകാരൻ നിങ്ങൾ കണ്ടെത്തിയത്? സ്വാഭാവികമായിട്ടും ഒരു പാട്ടുകാരൻ വളർന്നു വരുന്ന പരമ്പരാഗത ശൈലി തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഞാൻ പാടും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഉമ്മയും ഉപ്പയും മനസ്സിലാക്കുന്നതിന് മുമ്പേ എൻ്റെ മൂത്താപ്പ ഈ ഫീൽഡിലുള്ളൊരു ആളായിരുന്നു. സ്വന്തമായിട്ട് മദ്ഹുകളൊക്കെ. കുഞ്ഞിക്കോയത്തങ്ങൾ എന്നാണ് മൂപ്പര്. മരണപ്പെട്ടു പോയിട്ട് ഇപ്പോൾ 5 വർഷമായി. മൂത്താപ്പയാണ് ആദ്യം നിങ്ങളൊരു പാട്ടിന് പറ്റും എന്നുള്ളത് കണ്ടെത്തുന്നത്. അതെ. അത് ഏത് സമയത്ത്, ഏത് ക്ലാസ്സിലാവും വന്ന് ഓർമ്മിക്കാൻ കഴിയും? ഈ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ 1ാം ക്ലാസ് മുതൽ തന്നെ ഈ മദ്രസകളിലൊക്കെ റബീഉൽ അവ്വലിൻ്റെ പരിപാടിയിലൊക്കെ പങ്കെടുത്തത് കാണുമ്പോൾ ആ സമയത്ത് തന്നെ ഒരു പാട്ടിനെ കുറിച്ച് ഐഡിയ ഉള്ള ഒരാൾക്ക് ഈ കുട്ടിയിൽ എന്തോ ഒരു ഇതുണ്ട് എന്നുള്ളത് പിന്നെ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം. അങ്ങനെ മൂത്താപ്പ ചെറിയ കവിതകളൊക്കെ ഇങ്ങനെ എഴുതും. അപ്പോൾ മൂത്താപ്പ എഴുതിയ വരികൾ കാണിച്ചു തരും, പഠിപ്പിക്കും. വീട്ടിൽ വന്നിട്ട് പാടിപ്പിക്കും. മൂത്താപ്പ അന്ന് പൂക്കോട്ടൂർ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതൃപദവിയുള്ള ആളായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഷിഹാബ് തങ്ങൾ വരുന്ന വേദിയിൽ എന്നെ കൊണ്ട് അവിടെ പൂക്കോട്ടിലൊരു മൺമറഞ്ഞു പോയ ഒരു മഹാനെക്കുറിച്ചുള്ള ഒരു വരി എന്നെ കൊണ്ട് പാടിപ്പിച്ചു. ആ വേദിയിൽ വെച്ച് ഷിഹാബ് തങ്ങൾ എനിക്കൊരു ഉപഹാരം, ആദ്യത്തെ വാല്യുബിൾ മധുരമുള്ള ഒരു ഗിഫ്റ്റ്. അതെ അല്ലേ? വലിയൊരു സന്തോഷമാണ്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അനുഗ്രഹം ആദ്യകാലത്ത് തന്നെ കിട്ടിയെന്നുള്ളത്. അങ്ങനെ ഈ പാട്ട് പാടി പിറ്റേ ദിവസം തന്നെ സ്കൂളിലേക്ക് വരുമ്പോൾ കുട്ടികൾ പറയുന്നത് ശിഹാബ് തങ്ങൾ എടുത്തുന്ന സമ്മാനം കിട്ടിയ കുട്ടി എന്ന്. അത് കുട്ടികളൊക്കെ കണ്ടു, സ്വാഭാവികമായിട്ടും കുട്ടികളൊക്കെ അറിഞ്ഞു. അങ്ങനെ നാട്ടിലും ഷിഹാബ് തങ്ങൾ എടുത്തുന്ന സമ്മാനം കിട്ടിയ കുട്ടി എന്ന്
പറയപ്പെടാൻ തുടങ്ങി. അന്ന് 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ഏകദേശം വർഷം പറയാൻ പറ്റുമോ? അതായത് വയസ്സ് ഡയറക്റ്റ് ചോദിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. 5ാം ക്ലാസ് പഠിക്കുന്നത് ഏകദേശം. അപ്പോൾ ഈ പാണക്കാട് തങ്ങൾ മരണപ്പെടുന്നതിൻ്റെ ഒരുപാട് മുമ്പാണ്. പാണക്കാട് തങ്ങൾ മരണപ്പെടുന്നത് ഞാൻ SLC ഒക്കെ കഴിഞ്ഞ് ഒരു +2 ആ കാലഘട്ടത്തിലാണ് ഷിഹാബ് തങ്ങളുടെ വഫാത്ത് നിന്നത്. അപ്പോൾ മരിക്കണതിൻ്റെ ഒരു 7 വർഷം അല്ലെങ്കിൽ 6 വർഷം മുമ്പാണ് ഇപ്പോൾ ഈ സംഭവം ഉള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ആ പേരിൽ ഒന്ന് മഷൂറായി നാട്ടിലൊക്കെ, കൂട്ടുകാരുടെ ഇടയിലും. അത് സത്യത്തിൽ അതൊക്കെ നമുക്ക് വലിയ പ്രോത്സാഹനങ്ങളാണ് അല്ലേ? കാരണം അന്ന് തങ്ങളുടെ കയ്യിൽ നിന്നൊരു ഗിഫ്റ്റ് കിട്ടുക, പാട്ടിനൊരു അംഗീകാരം കിട്ടുക എന്നൊക്കെ പറഞ്ഞപ്പോൾ തങ്ങളൊരു പക്ഷേ അത് മറന്നിട്ടുണ്ടാവാം, കാരണം അവർക്ക് ഇഷ്ടംപോലെ അനുഭവമുള്ള. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നമുക്കൊരു ലൈഫ് ലോങ് സെറ്റിൽമെൻ്റ് ആയിരുന്നു. എന്നിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണ്. നമുക്ക് ഇൻ്റർവ്യൂ ആണല്ലോ, പെട്ടെന്ന് അവസാനിപ്പിക്കണമല്ലോ. അപ്പോൾ ഏതായിരുന്നാലും ഡയറക്റ്റാണ് ചാടാൻ പറ്റില്ല. എന്നാലും ഇപ്പോൾ നിങ്ങൾ ഈ 5ാം ക്ലാസ് കഴിഞ്ഞു, അന്നൊക്കെ പാട്ട് തരാം. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് നമുക്ക് ഒന്നും കൂടെ പറയാം, ഏത് നാട്ടിലും ഉണ്ടാവും പിന്നെ ഇങ്ങനെ ഇതുപോലെ പാട്ട് പാടുന്ന കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടാവും. അവർ പിന്നെ ആ നാട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ അവരവിടുത്തെ വലിയ പാട്ടുകാരാവും. ഇപ്പം അതിനൊരു ചെറിയ പ്രയാസം വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഡയറക്റ്റ് നാട്ടുകാരൊക്കെ ഡയറക്റ്റ് വലിയ പാട്ടിങ്ങനെ കേട്ടിട്ട് അപ്പോൾ അവർക്ക് അവസരം കുറഞ്ഞോ എന്നുള്ളത് വേറെ കാര്യം. ഞാൻ അങ്ങനെ സംസാരിച്ചത് വേറെ രൂപത്തിലാണ്. ഏതായിരുന്നാലും എന്നാണ് പിന്നെ ഒരു പ്രൊഫഷണൽ പാട്ട്, ഞാൻ പറഞ്ഞത് ഔദ്യോഗികമായിട്ടല്ല, എന്നാലും ഈ നാട്ടിലെ ആ ഒരു പാട്ടുകാരൻ കുട്ടിയിൽ നിന്നും ഒരു പാട്ടുകാരനായിട്ട് പുറത്തേക്കൊക്കെ പോകാൻ തുടങ്ങിയതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണ്? ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മാൻ്റെ നാട്ടിൽ ഒരു പരിപാടി നടന്നു. ഉമ്മാൻ്റെ വീട് എന്ന് പറഞ്ഞാൽ പരപ്പനങ്ങാടി. പരപ്പനങ്ങാടിയിൽ വെക്കേഷൻ സമയത്ത് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ എൻ്റെ അമ്മാവൻ്റെ നേതൃത്വത്തിലൊരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ടീം വന്നു. പിന്നെ കൊണ്ടോട്ടിയിൽ അറിയപ്പെട്ട നല്ലൊരു പാട്ടിൻ്റെ ടീമാണ്. അപ്പോൾ എൻ്റെ അമ്മാവൻ പറഞ്ഞു, എൻ്റെ ഒരു പെങ്ങളെ മോനുണ്ട്, ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടീനെ കൊണ്ടൊന്ന് പാടിപ്പിച്ച് നോക്കാം. അതിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പക്ഷേ ഒരു ഇസ്ലാമിക് സ്റ്റേജ് ഒന്നും ആവണമെന്നില്ല, ജനറൽ ആയിട്ടുള്ളൊരു പ്രോഗ്രാം. അതെ അതെ അതെ. ആ വേദിയിൽ എന്നെ കൊണ്ട് പാടിപ്പിച്ചു. അപ്പോൾ പാടി കഴിഞ്ഞപ്പോൾ ഞാൻ പാടിയ പാട്ട് ഒറിജിനലായിട്ട് പാടിയ ആളവിടെ ഉണ്ട്, നബീൽ കൊണ്ടോട്ടി എന്ന് പറയും. നബീൽ കൊണ്ടോട്ടി എന്ന് പറഞ്ഞ ആള് വേദിയിൽ ഇരിക്കുന്നുണ്ട്. വേദിയിൽ ഈ ടീമിൽ സിംഗറായിട്ട് അന്നുണ്ട്. അപ്പോൾ ഞാൻ പാടിക്കഴിഞ്ഞപ്പോൾ നബീലിൻ്റെ ഉപ്പ ഉണ്ട്, നബീലുണ്ട്, എല്ലാവരും പരിപാടി കഴിഞ്ഞപ്പോൾ നബീൽ എന്നോട് പറഞ്ഞു ഞാനാണിത് ഒറിജിനലായിട്ട് പാടിയിട്ടുള്ളത്. നബീൽ ചെറുപ്പക്കാരനാണ്, നിങ്ങളുടെയൊക്കെ ഒരുപാട് വയസ്സ് കൂടുതലുണ്ട്. നബീൽ ഒരു ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നബീൽ എന്നോട് പറഞ്ഞു, ഞാൻ ഈ പാട്ട് ഇങ്ങനെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, നിങ്ങളാണ് ഈ പാട്ടിന് ഇത്ര സൗന്ദര്യം ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയിച്ചു തന്നത്. അങ്ങനെ ആ പിന്നെ അവൻ്റെ ഉപ്പയും ഒരു സന്തോഷം അറിയിച്ചു. അന്ന് അവർ പോകുമ്പോൾ പറഞ്ഞ് ഞങ്ങൾ ഇനിയും വിളിക്കും കേട്ടോ. അങ്ങനെ അതായത് അവർ നിങ്ങൾ ശരിക്കും ട്യൂൺ ചെയ്തു, കാരണം ഇങ്ങനെ ഒരു കുട്ടി ഉണ്ട്, ആ കുട്ടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നാക്കും എന്ന്. അവരെ കൂടെ അന്ന് ഉണ്ടായിരുന്നത് പിന്നെ കുറേ ലോങ് എന്നുള്ള സിംഗേഴ്സ് ആയിരുന്നു. അപ്പോൾ പിന്നെ കൊണ്ടോട്ടീൻ്റെ പരിസരത്ത് തന്നെയാണല്ലോ ഞാനും. അപ്പോൾ അങ്ങനെ കൊണ്ടോട്ടീൻ്റെ പരിസരത്ത് ഇങ്ങനെ ഒരു സിംഗർ ഉണ്ട്, പാട്ട് പാടുന്ന ഒരാളുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അവർ ഞങ്ങൾ വിളിക്കും കേട്ടോ എന്ന് പറഞ്ഞ്, ഞാൻ വിചാരിച്ച് അതൊരു വെറും വർത്താനായിരിക്കും എന്നാണ്. പക്ഷേ അവർ വിളിച്ചു. പിന്നെ അവരെ കൂടെ ഞാൻ ചെറിയ ചെറിയ പരിപാടികളിലൊക്കെ ശീലമാക്കി. അതെ അതെ. അപ്പോൾ അത് പ്രൊഫഷണൽ ടൈപ്പിലേക്ക് ഇങ്ങനെ വന്നു. അപ്പോഴാണ് പാട്ടിൻ്റെ മ്യൂസിക്കൽ വശം, ശാസ്ത്രീയ വശങ്ങളൊക്കെ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഒന്ന് പഠിക്കാൻ ശ്രമിച്ചത്. പല്ലവി എന്താണെന്നും അനുപല്ലവി എന്താണെന്നും തുണ്ടുപല്ലവി എന്താണെന്നൊക്കെ അതൊക്കെ മുമ്പ് ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ അല്ല, മുമ്പും കേട്ടിട്ടില്ല. ഇവരെടുത്തുനിന്നാണ് ആദ്യമായിട്ട് പല്ലവി എന്താണെന്നും അനുപല്ലവി എന്താണെന്നും സ്കെയില്, പാട്ടിൻ്റെ സ്കെയിലുകൾ എങ്ങനെയാണെന്നും പിന്നെ 4/4 ഇങ്ങനെ താളങ്ങൾ, കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് കിട്ടുന്നത്. അങ്ങനെ
പിന്നെ SLC കഴിയുന്നതോടുകൂടെ ഈ ഫീൽഡുമായിട്ടുള്ള പാട്ടുമായി തന്നെ ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടു എന്ന് പറയാം. കാരണം SLC കഴിഞ്ഞ് പിന്നെ +1 പഠനം ഞാൻ ജീവിച്ച ചുറ്റുപാടിലോ അല്ലെങ്കിൽ ഈ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഞാൻ പഠിച്ച ഒരു സിസ്റ്റമോ അല്ലാത്ത മൊത്തത്തിൽ അടിമുടി ചേഞ്ചായ ഈ വസ്ത്രം ധരിക്കുന്ന ആ ലെവലിലേക്കാണ് പിന്നെ +1. യു മീൻ ഒരു ദഴവ കോളേജിലേക്ക് മാറിയത്? അതെ അതെ. അത് എവിടെയായിരുന്നു ദഴവ കോളേജ്? അത് പേരുസ്താദിന്റെ സിറാജുൽ ഹുദയിലാണ്. ഞാൻ ഷോർട്ടായിട്ടൊന്ന് ചോദിക്കട്ടെ. ത്വാഹ തങ്ങൾ എന്ന് പറയുമ്പോൾ ഈ നമ്മളങ്ങനെ പറയാൻ പറ്റുമെന്നറിയില്ല, ഈ തങ്ങന്മാർ പിന്നെ ഒന്നുകൂടെ പിന്നെ ഇത് ഡിസൈൻ കൂടുന്നതാണ് തങ്ങളൊരു ഉസ്താദായാൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ചിലർ പറയും തങ്ങന്മാർക്ക് കുറച്ച് കാലം പഠിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഇത് ഞാൻ തങ്ങന്മാരെ മോശമാക്കല്ലോ കേട്ടോ, പൊതുവെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ പക്ഷെ അങ്ങനെ അല്ലാത്തൊരു വലിയ ടീമുണ്ട്. എന്നാലും പക്ഷെ ഞാനൊക്കെ അങ്ങനെ വേണമെങ്കിൽ കരുതിയിട്ടുണ്ടാവാം നിങ്ങളെക്കുറിച്ച്. ആ തങ്ങൾ പിന്നെ കുറച്ച് ദിവസമതി ഒരു തലക്കെട്ടും കെട്ടിയാൽ അങ്ങനെയല്ല, പിന്നെ ബുറുദക്കൊക്കെ നേതൃത്വം കൊണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കണം. അല്ലാതെ നിങ്ങളതിൻ്റെ പിന്നെ റിയൽ വേയിൽ തന്നെ പഠനം നടത്തിയിട്ടുണ്ട്. അത് പ്രേക്ഷകർക്കും അറിയാൻ സാധ്യത ഉണ്ടാവുമല്ലോ, താല്പര്യം ഉണ്ടാവും എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. ദഴവ കോളേജ് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ? ദഴവ കോളേജിൻ്റെ സിസ്റ്റം ഇസ്ലാമിക പിന്നെ കിതാബുകളെല്ലാം പൂർണ്ണമായും പഠിപ്പിക്കുന്നതിനോടൊപ്പം +2 ഡിഗ്രി PG ആ സമയത്ത് തന്നെ ഈ ദഴവ കോളേജിൻ്റെ ഈ 7 വർഷത്തിൻ്റെ കാലയളവിൽ തന്നെ എല്ലാം കംപ്ലീറ്റ് ആവും. അപ്പോൾ നിങ്ങൾ പിന്നെ ഡിഗ്രി PG ഒക്കെ ചെയ്തിട്ടുണ്ട്? ഏതായിരുന്നു ഡിഗ്രി PG? ഡിഗ്രി PG ഇംഗ്ലീഷ് ആയിരുന്നു. ഓ ഇറ്റ്സ് വിൽ ബി ബെറ്റർ ലെറ്റ് us talk in English. കാരണം നിങ്ങൾ ഈ PG ഇംഗ്ലീഷ് കഴിഞ്ഞ ഒരാളാണ് എന്നുള്ളതും കൂടെ ഒരുപക്ഷെ പ്രേക്ഷകരിൽ ബഹുഭൂരിഭാഗം ആളുകൾക്കും അറിയാത്തൊരു സംഗതി. എന്നാൽ ഞാൻ ഡയറക്റ്റ് വിഷയം ഒന്ന് മാറ്റട്ടെ. പിന്നെ PG കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, അതോടുകൂടെ തന്നെ നിങ്ങൾ മതബിരുദം എടുത്തിട്ടുണ്ടാവുമല്ലോ? അതെ. ഏതായിരുന്നു മതബിരുദം? ഈ പിന്നെ +1 മുതൽ 7 വർഷമാകുമ്പോഴേക്ക് PG കഴിഞ്ഞു. ഭൗതിക പഠനം PG കഴിഞ്ഞു. ഈ 7 വർഷം മുതൽ 8-9 കാലയളവ് ഉണ്ടായിരുന്നത് മർക്കസിലാണ്. അങ്ങനെ 9 വർഷം പൂർത്തിയാകുന്നതോടുകൂടെ സക്കാഫിയും കൂടെയാണ്. സക്കാഫിയാണ്. സിറാജുൽ ഹുദയിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും സുറൈജി എന്ന ബിരുദം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ ഇന്ന്. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇനിയിപ്പോൾ ശരിക്കും നിങ്ങൾക്ക് മതപഠനം നടത്തി 2 ബിരുദമുണ്ട്, PG ഉണ്ട്, ഓട്ടോമാറ്റിക്കലി ഡിഗ്രി ഉണ്ട്, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ട്രാക്ക് ഉണ്ട്, മുന്നോട്ട് പോകാൻ നല്ലൊരു ട്രാക്ക് ഉണ്ട്. പക്ഷെ വീണ്ടും നിങ്ങൾ ആ ട്രാക്കിലൂടെ പോവാതെ എന്നാൽ നിങ്ങൾ പിന്നെ ഒരു ശരിക്ക് ഉസ്താദിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലിലൊക്കെ വന്നിട്ട് വീണ്ടും ഈ പാട്ടിലേക്ക് വന്നതിൻ്റെ ഒരു കാരണം ഉണ്ടാവുമല്ലോ. കാരണം ഒന്നും കൂടെ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഫീൽഡാണത്. അത് മാറ്റിയിട്ട് ഇതിൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പ്രോഗ്രാം ഉണ്ടാവും, നെക്സ്റ്റ് വേറൊരു പ്രോഗ്രാം ഉണ്ടാവും, അതിന് സ്ട്രൈറ്റ് ആയി കഴിഞ്ഞ ഉടനെ മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ടാവും. ഇത്രയൊന്നും റിസ്ക് ഇല്ലാതെ പിന്നെ നിങ്ങൾക്കൊരു ഭാഗത്ത് തന്നെ ചെയ്ത് അങ്ങനെ ഫീൽഡിലേക്ക് വരാണ്ടായ ഒരു സാഹചര്യം അല്ലെങ്കിൽ താല്പര്യം? ഞാൻ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ സാറിനെ പോലെയുള്ള മോട്ടിവേറ്റർമാരും ഇങ്ങനത്തെ അധ്യാപകന്മാരൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താകണം എന്ന് ചോദിക്കും. അപ്പോൾ കൂടുതലുള്ളവർ പറയും എനിക്ക് ആലിമാകണം, പിന്നെ ദർസ് നടത്തണം, പിന്നെ ദഅവത്ത് നടത്തണം. സ്വാഭാവികമായിട്ടും ഞാനും ചോദിച്ചിട്ടുണ്ടാവാം അങ്ങനെ. പ്രേക്ഷകരോട് കൂടെ ഒരു ഇതുണ്ട്, ഞങ്ങൾ അങ്ങനെ ഒരു ബന്ധം കൂടെ ഉണ്ടായിരുന്നു. അതിപ്പോൾ പറഞ്ഞപ്പോൾ പിന്നെ അവിടെ നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമാകുമോ എന്നുള്ളൊരു അത് ഇതിൻ്റെ സ്റ്റൈലാകുമ്പോൾ അങ്ങനെ ചോദിക്കണമല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവിടെ എന്ത് പറഞ്ഞിരുന്നു? ഞാൻ പിന്നെ ഒരുപാട് ആളുകളിലേക്ക് പരിശുദ്ധ ദീനിനെ എത്തിക്കാൻ എനിക്ക് കഴിയണം എന്ന ആഗ്രഹമായിരുന്നു എല്ലാവരോടും പറഞ്ഞിരുന്നത്. ഒരുപാട് ആളുകളിലേക്ക് പരിശുദ്ധ ദീനിനെ എത്തിക്കണം എന്നൊരു ആഗ്രഹം. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ കൂട്ടത്തിലുള്ള സ്റ്റുഡൻസ് എന്നോട് ചോദിക്കും, നിങ്ങൾ പിന്നെ അങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാൻ പ്രസംഗിക്കാൻ നിങ്ങൾക്ക് കഴിയോ എന്നവർ ചോദിച്ചു. ചോദിക്കാൻ കാരണമുണ്ട്. കാരണം എനിക്ക് ഒരിക്കലും പ്രസംഗിക്കാൻ കഴിയില്ല. എനിക്ക് ഇൻബോണായിട്ട് ഈ വിക്ക് എന്നൊരു അസുഖമുണ്ട്. സാറ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ പിന്നെ വളരെ ഇമോഷണൽ ആയിട്ട് തന്നെ പറയട്ടെ, ഞാൻ ആ വിഷയം ചോദിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ചോദിക്കുമ്പോൾ അത് എങ്ങനെയാണ് ഇപ്പോൾ പിന്നെ തങ്ങളെങ്ങനെ ഉൾക്കൊള്ളുക എന്നറിയില്ലല്ലോ. പക്ഷേ ഇനി എനിക്ക് സ്ട്രൈറ്റ് ആയിട്ട് ചോദിക്കാം. പിന്നെ നമ്മളാ വിഷയം അവിടെ ബ്ലോക്കിൽ കിടക്കുന്നുണ്ട്.
ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, സംസാരിക്കുമ്പോൾ വിക്കുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡയറക്റ്റ് ഒരു കാര്യം സംസാരിക്കുമ്പോൾ തങ്ങളോട് സംസാരിക്കുമ്പോൾ പ്രയാസം ഉണ്ടാവും, ചില സമയത്ത് തങ്ങൾക്ക് മറുപടി അറിയാം. പക്ഷേ അത് പാട്ടിൽ ബാധിച്ചിട്ടില്ല എന്ന് തോന്നും. അത് സത്യം. ഞാൻ ഇതുവരെ അങ്ങനെ പാട്ടിലൊരു പ്രയാസം കേട്ടില്ല. ആ വിഷയത്തിലേക്ക് വരാം. ഞാനത് പറഞ്ഞപ്പോൾ ഇത് പിന്നെ എൻ്റെ മനസ്സിലുള്ളതാണ് എന്നുള്ള അതൊരു യാഥാർത്ഥ്യമല്ലേ? അത് യാഥാർത്ഥ്യമാണ്. എന്നെങ്കിൽ തങ്ങൾ തുടരട്ടെ. അപ്പോൾ പ്രസംഗിക്കാൻ കഴിയില്ലല്ലോ എന്ന് ചോദിച്ചു. അവിടുന്ന് അങ്ങോട്ടാണ് ഇനി കേൾക്കേണ്ടത്. അപ്പം ഞാൻ അവരോട് കൂട്ടുകാരോട് പറഞ്ഞിരുന്നത്, ദൈവത്തിന് പിന്നെ പരമ്പരാഗതമായിട്ടുള്ള മാർഗങ്ങളാണ് പ്രസംഗം, പുസ്തകരചന, ക്ലാസ് എടുത്തു കൊടുക്കുക എന്നുള്ളത്. പക്ഷേ ഞാൻ ഇനിയൊരു ദൈവത്തിൻ്റെ ഒരു പുതിയ മാർഗം ഞാൻ അവതരിപ്പിക്കും. ന്യൂ ഡോർ ഓപ്പൺ ചെയ്യാൻ ഒരു പുതിയൊരു തമാശയായിട്ടാണ് അവരോട് പറഞ്ഞിരുന്നത്. പക്ഷെ എൻ്റെ മനസ്സിൽ ആ സ്വപ്നം ഉണ്ടായിരുന്നു. റിയലി പിന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതെ മൈൻഡിൽ അങ്ങനെ ഉണ്ട്, സാധ്യത ഉണ്ട്. ഈ പിന്നെ പാട്ടിലൂടെ കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റും, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നുള്ള സാധ്യമായേക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം നിങ്ങളുടെ ഫീൽഡ് അതാണ്. അത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പിന്നെ അനൗദ്യോഗികമായിട്ടുള്ളൊരു ഗവേഷണം. അതിനാണ് നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടിയത്. ഈ കൂട്ടുകാരപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു, നിങ്ങൾക്കതിന് കഴിയോ? കാരണം ഞാൻ അവർ ചോദിക്കുന്നതിലും കാര്യമുണ്ട്. കാരണം ഈ പഠിക്കുന്ന സമയത്ത് ഞാൻ കൂടുതൽ പാട്ടിൽ കഴിഞ്ഞ് പറഞ്ഞ് ജീവിച്ചിട്ടില്ല. ഇല്ല അന്ന് അറിയില്ല, ആർക്കും കൂടുതൽ അറിയില്ല. പിന്നെ ക്യാമ്പസ് ഫെസ്റ്റുകൾ വരുമ്പോൾ ഒന്ന് മുഖം കാണിക്കും. ഈ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ പഠിക്കുന്ന കുട്ടികളോട് ഉള്ള ഒരു അപേക്ഷയും കൂടിയാണ്. പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ദേവാ കോളേജിലും ഇങ്ങനത്തെ ഈ പിന്നെ ഉസ്താദ് ഫീൽഡിൽ, എൽമിൻ്റെ ഫീൽഡിൽ പഠിക്കുമ്പോൾ പാട്ടുമായിട്ട് കണക്റ്റ് ആയാൽ സ്വാഭാവികമായിട്ടും ഈ കിതാബും പാട്ടും കൂടെ ഒരിക്കലും മുന്നോട്ട്. ഇടയിൽ കയറിയിട്ടൊന്ന് പറയാൻ താങ്കൾ അനുവദിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം, ഒരു പോയിൻ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉസ്താദ് പറഞ്ഞത് നമ്മൾ പഠിക്കുന്ന സമയത്ത് കൂടുതൽ പ്രാധാന്യം പാട്ടിന് കൊടുക്കരുതെന്ന്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പലരുടെയും റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ അവനക്ക് കിട്ടിയ ഒരു പിന്നെ കഴിവാണ്, ആ കഴിവ് നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് ഉപയോഗപ്പെടുത്തിയില്ലേ പിന്നെ പറ്റുമോ? അത് കഴിയും എന്നാണ് ഇപ്പോൾ തങ്ങൾ ഉദാഹരണം. അതായത് തങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് പാട്ടുകാരനായിരുന്നു, പക്ഷെ അത് ആ ഫെസ്റ്റിലും മാത്രം ഒതുങ്ങിയിരുന്നു. അതിനുശേഷം ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആയപ്പോൾ പിന്നെ തങ്ങൾ എന്ത് ചെയ്തു, വീണ്ടും ആ രംഗത്തേക്ക് വന്നു എന്നുള്ളതാണ്. അതൊരു പോയിൻ്റായിട്ട് നമ്മൾ എടുക്കണം തീർച്ചയായിട്ടും. പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി ക്യാമ്പസിലേക്ക് വരുമ്പോൾ, ദേവാ കോളേജ് അങ്ങനത്തെ കോളേജിലേക്ക് വരുമ്പോൾ ഓൾറെഡി അവന് പാട്ട് പാടി പുറം ലോകത്ത് ഇങ്ങനെ ഫീൽഡിലൊക്കെ ഉണ്ടായ സാഹിത്യോത്സവത്തിലൊക്കെ തിളങ്ങിയ ഒരാളായിട്ട് ആ ക്യാമ്പസിലേക്ക് വരുന്നതോടുകൂടെ അവന് എന്ത് ഇതിനെ കവച്ചു വെക്കുന്ന എന്ത് വലിയ കഴിവുണ്ടെങ്കിലും അവനൊരു പാട്ടുകാരനാണ് എന്നുള്ള ഒരു റൂമർ ആ ക്യാമ്പസിൽ മൊത്തം പരന്നിട്ടുണ്ടാകും. അതോടുകൂടെ സ്വാഭാവികമായിട്ടും പാട്ടുകാരൻ എന്നുള്ളൊരു ഇതിലേക്ക് അവനെ തഴയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അവനിലുള്ള അതെ അവൻ്റെ അടുത്തിന് പിന്നെ ചിലപ്പോൾ ഇതിനേക്കാൾ മനോഹരമായി പ്രസംഗിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടാവും. ഇതിനേക്കാൾ മനോഹരമായി ആവിഷ്കരിക്കാനും എഴുതാനും ചിത്രീകരിക്കാനും എല്ലാം കഴിവ് അവനുണ്ടാവും. പക്ഷേ ഒരു പാട്ടുകാരനായി അവൻ അറിയപ്പെട്ട കാരണത്താൽ പലപ്പോഴും അവൻ്റെ മറ്റു കഴിവുകളെ പുറത്തെടുക്കാൻ കഴിയാതെ ഈ ഒരു വേദനയിൽ കഴിഞ്ഞ് പോകേണ്ട പഠനം മുന്നോട്ട് അവസരം കൊടുക്കില്ല. കാരണം ഈ പാട്ടിൻ്റെ എന്തെങ്കിലും വന്നാൽ അവനെ വിളിക്കും, അല്ലെങ്കിൽ മറ്റതൊക്കെ പിന്നെ വേറെ ടീമുകൾ ഉണ്ടല്ലോ എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതുമല്ല, പഠിക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തും ഈ കാലഘട്ടം വരെ ഒരു പാട്ടുകാരൻ കേൾക്കാനിടയുള്ള ഏറ്റവും മനോഹരമായ ഒരു കുറ്റപ്പെടുത്തൽ, ഇങ്ങനെ പാട്ടും പാടി നടന്നോ? റൈറ്റ്, അതങ്ങനെ ഉണ്ടല്ലോ. എന്താ പരിപാടി? പാട്ടടാ, പാട്ടും പാടി നടത്തം തന്നെയാണല്ലോ. ഇപ്പം എന്നോടൊരു ഫോട്ടോഗ്രാഫർ ഇതേപോലെ പങ്കുവെച്ചു. അയാൾ നല്ല പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്, എന്നാലും അയാളോട് പറയത്തില്ല, അല്ലെ കുടുംബത്തിലെ ആളുകളൊക്കെ പറയുന്നത് അയാൾക്ക് അങ്ങനെ ഫോട്ടോ എടുത്ത് നടക്കുകയാണ്. അത് അങ്ങനെയാണ് കരുതുന്നത്. അതേപോലത്തെ ഒരു ഇതാണ് സംഭവം. പാട്ടും പാടി നടക്കുക. പിന്നെ എന്തെങ്കിലും വേറെങ്കിലും കേസിൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ പാട്ടും പാടി നടക്കല്ലാതെ അവർക്ക് വേറെ ഇതുമില്ല എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഏതായിരുന്നാലും പിന്നെ അങ്ങനെ ആ പഠനമൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ സജീവമാകാൻ തീരുമാനിച്ചു. അതൊരു ദഴവ ഉണ്ട് എന്നാണ് പറയുന്നത്. ആ മേഖലയിൽ ഒരു ദഴവാ സാധ്യത ഉണ്ടെന്ന്.
ആ ദഴവാസാധ്യത എങ്ങനെയാണ് പിന്നെ നമ്മൾ പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്നത്? അതിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടോ അങ്ങനെ? അത് ഒന്നും കൂടെ പറയട്ടെ. അതിൻ്റെ ദഴവാസാധ്യത എന്ന് പറയുമ്പോഴേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ ഈ മദ്ഹ് ഗാന രംഗത്ത് ഒരാൾ പ്രവേശിച്ചാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഉസ്താദുമാരല്ലാത്ത ഒരു സാധാരണക്കാരൻ മദ്ഹ് ഗാന രംഗത്തേക്ക് പ്രവേശിച്ചാൽ പൊതുവേ ഒരു ധാരണ ഉണ്ട് ഈ ഇപ്പോൾ പിന്നെ അയാളൊരു പെർഫെക്റ്റ് മാൻ ആയിരിക്കണം എന്ന്. കാരണം അതിന് സാധിക്കണം എന്നില്ല. ഐ മീൻസ് ഇപ്പോൾ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടി, +1 പഠിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടി, അവൻ വരുന്ന രംഗം വളരെ പ്രശ്നമാണ്. എന്നിട്ട് അവൻ ബൈ ചാൻസ് പിന്നെ അവരുടെ ഏതെങ്കിലും സുഹൃത്ത് വലയത്തിൽ പെട്ടിട്ടോ മറ്റോ ഈ മദ്ഹ് ഗാന രംഗത്തേക്ക് വന്നാൽ പിന്നെ അവനെ നന്നായിട്ട് പിന്നെ എക്സാമിൻ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. അവൻ എങ്ങനെ നടക്കുന്നു, ഇങ്ങനെ അവൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് തുടങ്ങിയ സംഭവങ്ങളുണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെ അവൻ കേടുവന്ന് പോകുന്നുള്ളിടത്ത് എത്തി. അങ്ങനെയുള്ളിടത്താണ് ഇപ്പോൾ തങ്ങൾ പറയുന്നത് അവിടെ ഒരു ദഴവാ സാധ്യത ഉണ്ടെന്ന്. ഇത് കൂട്ടി വായിക്കുമ്പോൾ എന്താണ് പറയാൻ തോന്നുന്നത്? ഞാൻ ഈ പറഞ്ഞതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു ഇത് കേട്ടിട്ടുണ്ടോ? അതായത് ഒരു സാധാരണക്കാരനൊക്കെ പാട്ട് പാടാൻ വന്നാൽ അവനെ ഒരുപാട് ആളുകൾ നോക്കാനും നിരീക്ഷിക്കാനും ഉണ്ടെന്നുള്ള അതിനെക്കുറിച്ച് പറയാൻ കഴിയും? അതെ അതെ അതെ. ഈ വിഷയം ഈ മദ്ഹ് പാടുന്ന സാധാരണക്കാരായ പാൻറിട്ട് പാടുന്ന മാദിഹ്യങ്ങളും അല്ലാത്ത ഉസ്താദുമാരായ മാദിഹ്യങ്ങളും പലപ്പോഴും കേൾക്കേണ്ടി വരുന്നൊരു പിന്നെ ആക്ഷേപം എന്നൊക്കെ പറയാം. അവർ പിന്നെ മദ്ഹിൻ്റെ ഫീൽഡിലേക്കൊരു ആൾ കടന്നു വരുന്നതോടുകൂടെ അവർ പിന്നെ ദീനിൻ്റെ നടക്കണ്ടാണ്, അല്ലെങ്കിൽ അവരിൽ നിന്ന് വീഴ്ചകളൊന്നും ഉണ്ടായിക്കൂടാ എന്നുള്ള ഒരു കാഴ്ചപ്പാട് രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ഒരു കുട്ടി മദ്ഹിലേക്ക് വരുമ്പോൾ അവന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവതരിപ്പിക്കാൻ, പാടാൻ, പറയാനുള്ള ഒരു തൗഫീക്ക് അവന് കിട്ടി എന്നുള്ള വലിയൊരു സൗഭാഗ്യം. അതാണ് ഒരു പ്ലസ് പോയിന്റ്. അതെ അതെ. അതിൽ നമുക്കിങ്ങനെ വേണമെങ്കിൽ പിന്നെ മൻ തമസ്സക ബിസുന്നത്തി അതിൽ ഉൾപ്പെടുത്താലോ. കാരണം അവിടെ അതിൽ ഉൾപ്പെടുത്താലെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള സമയത്തും ഈ കുട്ടി ഈ മദ്ഹിൻ്റെ മേഖല തിരഞ്ഞെടുത്തെങ്കിൽ അതിൽ വലിയ ഷഹീദിൻ്റെ പോലത്തെ ഒരു പരിപാടിയാണല്ലോ. കാരണം ഈ കുട്ടിക്ക് ഒരു പക്ഷേ ഇഷ്ടംപോലെ അവസരം ഉണ്ടാകുമായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ പിന്നെ ഈ കുട്ടി ഗാനമേളയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫീൽഡിൽ പോവുകയാണെങ്കിൽ ഇഷ്ടംപോലെ അവസരം ഉണ്ടായിരുന്നു. എന്നിട്ടും അവൻ ഇങ്ങനൊരു ഫീൽഡിൽ വന്നെങ്കിൽ അവനത് കാണിച്ച ഒരു നല്ല കാര്യമാണല്ലോ. പക്ഷെ ആ രൂപത്തിൽ അവനെ എടുക്കാൻ ആളുകൾ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞതിൽ എനിക്ക് വീണ്ടും ഇങ്ങനെ പറയാനുള്ള എന്താ വെച്ചാൽ ഇത് പിന്നെ ഇതിലൊരു ദഴവുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ആളുകളെ ഈ രംഗത്തേക്ക് സ്വാഭാവികമായിട്ടും അടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ അനുഭവം ഉണ്ടാവുമല്ലോ. ഒരുപാട് ആളുകൾ ഈ മദ്ഹ് ഗാനത്തിൻ്റെ ആരാധകർ, ഞാൻ ആ ആരാധകർ എന്നുള്ള വാചകം ഉപയോഗിച്ചത് മറ്റൊരർത്ഥത്തിലല്ല, എന്നാലും അതൊരു മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഇഷ്ടംപോലെ ആളുകളെ കാണാൻ പറ്റിയിട്ടുണ്ടാവും. അത് ശരിയല്ലേ? ഈ പാട്ടിൻ്റെ രംഗത്ത് മദ്ഹ് ഗാനം പാടുന്നു എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്? ആളുകളൊക്കെ ബന്ധപ്പെടുന്ന യാത്രകളിലും മറ്റൊക്കെ ആയിട്ട്. എൻ്റെ സൗഹൃദ വലയം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു 98% സൗഹാർദ്ദങ്ങളും മദ്ഹിലൂടെ ഉണ്ടായതാണ്. അതിൽ ഈ സൗഹൃദങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിലും ഒരു താല്പര്യമുണ്ട് അല്ലേ? എനിക്ക് നമ്മളെ നാസിഫിനെ പോലെ, നാസിഫിനെ ഞാൻ പറയാൻ കാരണം നാസിഫ് അവൻ്റെ സൗഹാർദ്ദങ്ങളെ, അവൻ്റെ കൂട്ടുകാരെ കറക്റ്റ് ഫോളോ ചെയ്ത്. ഞാനേ നീ നാസിഫിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒന്നും കൂടെ പറയട്ടെ. പിന്നെ ഇന്ന് ഞാൻ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് ഷെബിൻ മാഞ്ഞാമ്പ്രയുമായിട്ട് വരുമ്പോൾ ഞാനിങ്ങനെ ഓരോരുത്തരെ കുറിച്ച് സംസാരിച്ച് വരികയാണ്. അപ്പോൾ അവനും പറഞ്ഞൊരു പോയിൻ്റാണ് ഇപ്പോൾ സാറ് പറയണത്. എന്ത് ഈ പിന്നെ നാസിഫ് പിന്നെ അവൻ്റെ സൗഹൃദങ്ങളെ ഇങ്ങനെ നിലനിർത്താനുള്ള ഐഡിയകൾ അവൻ്റെ അടുത്തുണ്ട്. ഏതായിരുന്നാലും അപ്പോൾ നാസിഫിൻ്റെ കാര്യത്തിലും കൂടെ ഒരു സന്തോഷം നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു സൗഹൃദത്തിന് താല്പര്യം കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദ വല ഞാൻ ഇടയിൽ കയറിയിട്ട് മറ്റൊരു കാര്യം കൂടെ പറയാണ്. ഈ തങ്ങളുടെ ഒരുപക്ഷെ തങ്ങളെ ഇപ്പോൾ ഇതിൻ്റെ പ്രേക്ഷകർ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ വീഡിയോയിലുള്ള ആ ഷോർട്സ് മാത്രമാണ്. അല്ലെങ്കിൽ അപ്പോൾ തങ്ങളുടെ സംസാരങ്ങൾ കൂടുതൽ കേട്ടിട്ടില്ലല്ലോ. പക്ഷേ തങ്ങളെന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ ഒരു പ്രയാസം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. എന്ത് ഇത് വീഡിയോ ആണ്, ഈ വീഡിയോ എന്ത് ചെയ്യണമെന്ന് ഷോർട്ടാക്കണ്ടേ? ഷോർട്ടാക്കാൻ പറ്റില്ല. കാരണം തങ്ങൾ വിശാലമായിട്ട് സംസാരിക്കുന്ന ആളാണ്. വിശാലമായിട്ട് സംസാരിക്കാൻ അത് ഈ തസോഫിൻ്റെ മേഖലയിലുള്ള അല്ലെങ്കിൽ ഞാൻ സൂഫി എന്ന് പറയുമ്പോഴൊക്കെ തെറ്റിദ്ധരിക്കരുത് പ്രേക്ഷകർ. അവരുടെയൊക്കെ സ്വഭാവമാണ് നന്മയിൽ ഇങ്ങനെ സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഏതായിരുന്നാലും തങ്ങളോടൊപ്പം നമ്മൾ സംസാരിച്ച് വരുന്നത് ഇതാണ്. തങ്ങൾ ഈ ഒരു പാട്ടിൻ്റെ രംഗം പിന്നെ അതിനൊരു ദഴവാ സാധ്യതകളുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളെ അദ്ദേഹത്തിനൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്.
ഇനി നമ്മളിപ്പോൾ പാട്ടുകാരനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ശരിക്കും ആദ്യം വേണ്ടത് പാട്ട് പാടിപ്പിക്കുകയാണ്. ഇവിടെ പാടുമെന്നുള്ളത് അറിയില്ല. അതിൻ്റെ പുറമെ തങ്ങളുടെ പാട്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു പാട്ട് കേൾക്കുകയാണെങ്കിൽ പല രൂപത്തിലാണ് ആളുകൾ ആ പാട്ടുകളെ പിന്നെ ഇഷ്ടപ്പെടുന്നത്. ഒന്നില്ലെങ്കിൽ അതിൻ്റെ സെറ്റിങ്സ് നല്ല സെറ്റപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ പിന്നെ ഇപ്പോൾ ഷെയ്ൻ ബാബുവിൻ്റെ ഒക്കെ ഒരു പിന്നെ ഹൈ പിച്ച് എടുക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോരുത്തരും ഓരോ രൂപത്തിലാണല്ലോ. കൂടുതൽ പാട്ടൊന്നും കേൾക്കാറില്ല എന്നുള്ളതല്ല, പക്ഷെ കേൾക്കുമ്പോൾ ഒരു കാരണം ഉണ്ടാവും. പക്ഷെ ഞാൻ തങ്ങളുടെ പാട്ട് കേൾക്കുമ്പോൾ എന്താ വെച്ചാൽ തങ്ങൾ നിന്നിട്ട് അങ്ങോട്ട് പാടുക ചെയ്യുക. അതിപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്നുള്ളത് ഓഡിയൻസിന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതൊരു ഭാഗം. അത് പിന്നെ തങ്ങൾ എപ്പോഴും എല്ലാ വേദിയിലും, അതായത് ആ പിന്നെ ഇങ്ങനെയൊക്കെ പറയില്ല, നമ്മളങ്ങോട്ട് പറയുന്നത് പോലെ ഒരു ഹൃദയത്തേക്ക് അങ്ങോട്ട് തറപ്പിക്കുകയാണ് തങ്ങൾ ചെയ്യാറുള്ളത്. അത് ആക്ടിങ് അല്ല, അത് തങ്ങൾ അങ്ങനെയാണ്, നമ്മൾ സിൽക്കി ആയിട്ട് അങ്ങനെയാണെന്ന് പറഞ്ഞത് പോലെ. പക്ഷേ അതങ്ങനെയാണെങ്കിലും തങ്ങളുടെ പാട്ട് കേൾക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട്. തങ്ങളുടെ പാട്ടിൻ്റെ രചനകൾ, ഇപ്പോഴത്തെ ഒരു പാട്ടിൻ്റെ രചനകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പല ആളുകളും രചിക്കും, അത് ഈ പാട്ട് വരികൾ കൂട്ടി വെക്കുന്ന ഒരു സിസ്റ്റമാണ്. ഒരു കവിയുടെ ഭാവനയോ കവിത്വമോ ഒന്നുമില്ല, അത് കുറേ വരികൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ആ മീറ്റർ ഒപ്പിക്കുക എന്നുള്ളത്. തങ്ങളുടെ പാട്ടിൽ കുറേ പ്രത്യേകതകളുണ്ട്. അത് ഞാനല്ലല്ലോ പറയേണ്ടത്, ഞങ്ങൾ കാണുന്ന പ്രത്യേകത ഉണ്ടെങ്കിലും തങ്ങളുടെ രചനയിൽ അങ്ങനെ ആ പ്രത്യേകത ഞങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അതിൽ എന്തൊക്കെ തങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതെന്താണ് അങ്ങനെ ആ രചനയിൽ തങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്, എങ്ങനെയാണ് രചിക്കാറുള്ളത്, ഏത് സാഹചര്യത്തിലാണ് രചിക്കാറുള്ളത്? അദ്ദേഹം ആയിരിക്കണമെങ്കിൽ റസൂലുള്ളാഹിനെ എനിക്ക് സ്വപ്നത്തിൽ കാണണം, പച്ചക്കുബ്ബയിൽ മദീനത്ത് എത്തണം, എൻ്റെ ഹബീബ് എന്താ എൻ്റെ കനവിൽ വരാത്തത്, എൻ്റെ ഹബീബ് എന്താ എന്നോട് പിണങ്ങിയോ, എന്നോടെന്താ മിണ്ടാത്തത്, ഒരു കാമുകിയോട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ അവൻ്റെ കൂട്ടുകാരനോട് സംസാരിക്കുന്ന, സത്യം പറഞ്ഞാൽ വില കുറഞ്ഞ പ്രയോഗങ്ങൾ പലപ്പോഴും അതായിരിക്കണം മദ്ഹ് എന്ന് കരുതി വിചാരിച്ച ഒരു സമ്പ്രദായം ഉണ്ട്. പലപ്പോഴും ഹബീബ് എന്താ എന്നെ നോക്കാത്തത്, ഹബീബിന് എന്നോട് പിണക്കാണോ, ഇത്തരം വാചകങ്ങൾ വന്നാലേ മദ്ഹ് ആകുകയുള്ളൂ എന്നൊരു കാഴ്ചപ്പാട് നിലവിലുണ്ട്. അപ്പോൾ ഇത്തരം പിന്നെ കാഴ്ചപ്പാടുകൾ മദ്ഹാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശരിക്കും മദ്ഹ് ആകണമെങ്കിൽ അത് പ്രകീർത്തനായിരിക്കണം. സാറിനെ കുറിച്ച് ഞാനൊരു മദ്ഹ് എഴുതുന്നുണ്ടെങ്കിൽ പിന്നെ സുഹൈൽ സാറ് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല, സുഹൈൽ സാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല, സുഹൈൽ സാർ എന്താ എന്നെ മെയിൻറ്റെയിൻ ചെയ്യാത്തത് എന്നൊരു സാധനം എഴുതിയിട്ട് ഞാൻ പുറത്തിറക്കിയത് സാറിൻ്റെ മദ്ഹ് ആകൂല. അപ്പം റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്യുമ്പം റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ, ആ സൂര്യസമാനമായ ജീവിതത്തിൽ, ആർക്കും ഇന്നേ വരെ ആ സൂര്യസമാനമായ ജീവിതത്തിൻ്റെ ഒരു അംശം പോലും ഇതുവരെ എഴുതി തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇമാം ബൂസിറുള്ള പോലും പറഞ്ഞത് എനിക്കതിൻ്റെ ആ കടലിലെ ഒരു തുള്ളി പോലും, ലോകത്ത് മദ്ഹിൻ്റെ ഏറ്റവും വലിയ സിമ്പിളായി, ഏറ്റവും നമ്പർ 1 മദ്ഹായി നിലനിൽക്കുന്ന ഖസീദത്തുൽ ബുർദ എഴുതിയ ഇമാം ബൂസിറുള്ള പോലും പറഞ്ഞത് എനിക്കൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അത്രയും സാഗര സമാനമായ, സൂര്യസമാനമായ റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിലെ സുന്ദരമായ നിമിഷങ്ങൾ എഴുതുമ്പോൾ അതിനെ മദ്ഹ് എന്ന് പറയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വശ്യമനോഹര സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ അതിനെ മദ്ഹ് എന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന് നൽകിയ മഹിതസുന്ദരമായ ആശയ ആദർശങ്ങളെക്കുറിച്ചും ഹദീസിനെ കുറിച്ചൊക്കെ മുത്തറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതശൈലി, നടത്തം, ഇരുത്തം, ചിരി, സൗന്ദര്യം, അതെ, ഈ വിഷയങ്ങളൊക്കെ കവിതകളിലൂടെ വരുമ്പോൾ അതിനെ ഏറ്റവും മനോഹരമായ മദ്ഹ് എന്ന് നമുക്ക് പറയാം. പകരം എൻ്റെ ഹബീബ് വന്നില്ല, പോയിട്ടില്ല, കണ്ടില്ല, പിണങ്ങിയോ എന്നൊക്കെ പറയുമ്പോൾ, അപ്പം റസൂലുള്ളാഹിനെ കേൾക്കുന്ന ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, ഞാൻ എഴുതുമ്പോൾ ഞാൻ ചിന്തിക്കാറുള്ളത്, എൻ്റെ പാട്ട് ഒരു അമുസ്ലിമാണ് കേൾക്കുന്നത് എങ്കിൽ, എൻ്റെ വരികൾ ഒരു അമുസ്ലിമിൻ്റെ മുന്നിലേക്ക് എത്തിയാൽ അവനക്ക് എന്തെങ്കിലും എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയുമോ, എൻ്റെ വരികളിലൂടെ
ഒരു അമുസ്ലിമായ മനുഷ്യന് എന്തെങ്കിലും കൊടുക്കാൻ കഴിയണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ പൊതുവെ എഴുതാറുള്ളത്. ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, അത്തരത്തിലുള്ള വല്ല അനുഭവങ്ങളുണ്ടായിട്ട്, അതായത് ഇപ്പോൾ ഈ പിന്നെ മദ്ഹ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇസ്ലാമിക് മേഖലയിലുള്ള, ഒന്നുകൂടെ പറഞ്ഞാൽ സുന്നികളായിട്ടുള്ള ആളുകളൊക്കെ കേൾക്കുന്നതാണ്. അതിലപ്പുറത്തേക്കൊരു ടീം ഒക്കെ അങ്ങനെ ആരെങ്കിലും കേൾക്കുന്നതായിട്ട് ഉണ്ട് ഉണ്ട്. തോന്നുന്നുണ്ടോ? അത്തരം അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഒന്നുകൂടെ അതിലേക്ക് ആ താല്പര്യം ഒന്നുകൂടെ മനസ്സിൽ കൂടുതൽ ഉണ്ടാകാൻ കാരണം. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ സേവനം ഉള്ളത് മംഗലാപുരത്താണ്. മംഗലാപുരത്ത് ഒരു ദിലീപ് എന്ന് പറയുന്ന ഒരു, ഞാൻ പേരെടുത്ത് പറയാൻ കാരണം ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കാം. ദിലീപ് എന്ന് പറയുന്നൊരു കൂട്ടുകാരൻ. ആ കൂട്ടുകാരനായത് ഇങ്ങനെയാണ് കൂട്ടുകാരനായത്. അവനിങ്ങോട്ട് മെസ്സേജ് അയച്ചു, അതിന് ശേഷമാണ് കൂട്ടുകാരനായത്. അപ്പം അവനൊരു ദിവസം ലോകമേ കേട്ടിടണം എന്നുള്ളൊരു ആ പാട്ട് കേട്ടിട്ട് ആ 2 വരി ഒന്ന് പാടിയാൽ. ലോകമേ കേട്ടിടേണമെൻ ഹബീബിനെ, കാലമേ സത്യമെൻ ഹബീബ് സ്നേഹമേ, ത്യാഗമേറുന്ന ജീവിതം പ്രതീകമേ, കാവലായി ഭൂമിയിൽ നിലാപ്രകാശമേ, ലോകമേ കേട്ടിടേണമെൻ ഹബീബിനെ, കാലമേ സത്യമെൻ ഹബീബ് സ്നേഹമേ. ഇത് എഴുതിയതും തങ്ങളല്ലേ? ആ, ഓക്കെ ഓക്കെ. എന്നാ തുടരും, പറഞ്ഞോളൂ. ഈ പാട്ട് കേട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് അവന് മെസ്സേജ് അയക്കുന്നത്. അതിൽ വലിയൊരു മെസ്സേജ് ഉണ്ടല്ലോ ഓൾറെഡി. കാരണം ലോകമേ കേട്ടിടേണെന്ന് പറയുമ്പോൾ തന്നെ അതൊരു പാട്ടിൻ്റെ രൂപത്തിലേക്ക്. ഞാൻ ആ വരിയിൽ മെയിനായിട്ട് ശ്രദ്ധിച്ചത് റസൂലുള്ളാഹിൻ്റെ മാനവികമായിട്ടുള്ള സന്ദേശങ്ങളും റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിലെ പിന്നെ ഈ എല്ലാ മതങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ള അത്തരം വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടായിരുന്നു. ഈ പിന്നെ തൊഴിലാളിക്ക് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് ഇത് കൊടുക്കണമെന്നും, പിന്നെ പെൺകുട്ടികളെ കുഴിച്ചുമൂടലിൽ നിന്ന് സ്ത്രീ അവബോധനത്തിനെ കുറിച്ചും അത്തരം വിഷയങ്ങളൊക്കെയാണ് അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവന് പറഞ്ഞു, ഞാൻ ഇത്ര കാലം മനസ്സിലാക്കിയ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയല്ല ഈ പാട്ടിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ എനിക്ക് പിന്നെ കുറച്ച് പുസ്തകങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. കോണ്ടാക്റ്റ് ചെയ്യേണ്ട ഉസ്താദുമാരെ അവന് കണക്റ്റാക്കി കൊടുത്തു. അത്തരം അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ബിദഈ കക്ഷികളുമായി പിന്നെ ആ ആശയങ്ങളുമായി അത്തരം ആദർശങ്ങളുമായി ജീവിച്ചിരുന്ന ആളുകൾ റസൂലുള്ളാഹിൻ്റെ ഈ പാട്ട് കേട്ടിട്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുകയും അവരിപ്പോൾ നല്ല സുന്നത്ത് ജമാഅത്തിൻ്റെ അടിയുറച്ച ആദർശത്തിൽ ജീവിക്കുന്ന ആളുകൾ പേഴ്സണലായിട്ട് എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും. അപ്പോൾ പിന്നെ ഞാൻ ആ വിഷയം തൽക്കാലം മാറ്റിവെച്ച് ഇനി പ്രേക്ഷകർക്ക് അറിയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതായത് സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് ഒരുപാട് ആളുകൾ നിങ്ങളെ കാണാതെ, അതായത് ഇപ്പോൾ ത്വാഹ തങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും ത്വാഹ തങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു വികാരമാക്കിയിരിക്കുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. അതൊരു സത്യമാണ്. അള്ളാഹു ഇനിയും നിലനിർത്തട്ടെ. അപ്പോൾ പിന്നെ അവർക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവും, പിന്നെ എവിടെയൊക്കെയാണ് പരിപാടികൾ, എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിൽ നേരത്തെ ഇപ്പോൾ സർ പറഞ്ഞു, എന്ത് മംഗലാപുരത്താണ് ഒരു ദഅ്വ കോളേജിലാണ് ജോലി ചെയ്യുന്നത്. പരിപാടികൾ എന്നൊക്കെയാണ് ഉണ്ടാവുക, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പോണത്, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഏറ്റെടുക്കാറുള്ളത്, ഏതൊക്കെ ദിവസങ്ങളിലാണ്? പരിപാടി ആരും ഏൽപ്പിച്ചാൽ ഏറ്റെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്കീം. അത് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു നാട്ടിൽ ഒരു പരിപാടി തീരുമാനിക്കുമ്പോൾ ആ ചർച്ചയിൽ, ആ കമ്മിറ്റി ചർച്ച ചെയ്യുമ്പോൾ അവിടെ പല മതഹിൻ്റെ ആളുകളുടെയും പേര് വന്നിട്ടുണ്ടാകും. ആ ഡിസ്കഷനിൽ ആ ആളുകളുടെ പേരിൽ നിന്നൊക്കെ അവർ തങ്ങളെ നമുക്ക് വിളിക്കാം എന്നവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആഗ്രഹത്തോടു കൂടി നമ്മളെ വിളിക്കുമ്പോൾ എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഒരു പിന്നെ ഒരു പക്ഷേ അതിന് മുന്നിട്ട് ഇറങ്ങിയ ആളൊക്കെ ഒരു വിഷമിക്കാൻ സാധ്യത. എനിക്ക് വേറൊരു കാര്യം ഇതിൽ പറയട്ടെ, നിങ്ങൾ പിന്നെ ഒരു പക്ഷേ സ്വാഭാവികമായിട്ട് തിരക്കുള്ള ആളാകുമ്പോൾ കോൺടാക്ട് ചെയ്യാൻ എടുത്തിട്ടില്ലെങ്കിലും നിങ്ങൾ വാട്സപ്പിൽ കണ്ടൊരു സംഭവം എന്താ വെച്ചാൽ വൈകിയാലും റിപ്ലൈ തരുന്നതാണ്.
അത് ഭയങ്കര സന്തോഷമായി. കാരണം അതൊരു പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ പൊതുമേഖലയിലുള്ളവർക്കൊക്കെ ഒരു മോഡലാണ്. പിന്നെ ഇപ്പോൾ പൊതുവെ എല്ലാവരും എന്താ വെച്ചാൽ ഇങ്ങനെ വിചാരിക്കും, ഞാൻ ഇപ്പോൾ വാട്സപ്പിൽ സ്പോട്ടിൽ റിപ്ലൈ കൊടുത്താൽ അതൊക്കെ ഒരു മോശമാണോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതിനിടയ്ക്ക് നിങ്ങൾ അയച്ചോളൂ, നമുക്ക് സമയത്തിനനുസരിച്ചിട്ട് കിട്ടുന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അതായത് ആരും വിളിച്ചാലും നിങ്ങൾക്ക് ആ സമയമുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കും, പോകും. എങ്ങനെയാണ് പോരല്ലേ? എത്ര ആളുകൾ, ആരൊക്കെ ഉണ്ടാവും കൂടെ ഉണ്ടാകുന്നത്? അതൊക്കെ ഒന്ന് പറഞ്ഞത് സന്തോഷം കൊണ്ടാണ്, ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും, ആരൊക്കെ ഉണ്ടാവില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ, തങ്ങൾ ഷെഹിൻ എന്നാണ്, അതെന്തോ ഒരു ഇരട്ട പറ്റ പോലെ. സത്യത്തിൽ ഞാൻ ഷെഹിൻ ബാബുവിനെ കാണുമ്പോഴൊന്നും അന്ന് തങ്ങളുമായിട്ടൊന്നും ബന്ധമില്ല. പിന്നെ ഇത് വേറെടുത്താൻ പറ്റാത്ത രണ്ട് സംഭവങ്ങളായി. അതിൻ്റെ ഒരു സാഹചര്യം പറയാൻ പറ്റുമോ? എന്താണ് ഈ തങ്ങൾ ഷെഹിൻ? ഞാൻ സത്യം പറഞ്ഞാൽ ഷെഹിൻ ബാബു എന്ന പാട്ടുകാരൻ്റെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഒരു ആരാധകനായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ ഷെഹിൻ ബാബു കേൾക്കുന്നുണ്ടാവുമല്ലേ? കുഴപ്പമില്ല, ഇല്ലേ പിന്നെ വീഡിയോ കണ്ടോളൂ. പിന്നെ പാട്ടിനോടുള്ള ഒരിഷ്ടം. അപ്പോൾ പിന്നെ അന്ന് ഈ യൂട്യൂബും വാട്സപ്പും ഫേസ്ബുക്കൊന്നും പിന്നെ കൂടുതൽ സജീവമല്ലാത്ത കാലഘട്ടങ്ങളിൽ അന്ന് സൈറ്റിലാണ് muttinabi.com hubburrasool.com എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൈറ്റുകളിൽ പോയിട്ട് ഷെഹിൻ ബാബു എന്ന് അടിച്ചു കൊടുക്കും. അങ്ങനെ ആ പാട്ട് നമുക്ക് നമ്മളെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഷെഹിൻ ബാബുവിൻ്റെ പാട്ടുകളുടെ ഒരു പ്രിയപ്പെട്ട ആളായിരുന്നു ഞാൻ. അങ്ങനെ പിന്നെ ഷെഹിൻ ബാബുവിനെ കാണാൻ കഴിയുമെന്ന് നമ്മൾ ജീവിതത്തിൽ വിചാരിച്ചിട്ടേ ഇല്ല. കാരണം ഈ പാട്ട് ഷുക്കൂർ ഇർഫാൻ ഉസ്താദിനെയും ഫാദിൽ ഉസ്താദിനെയും അമാൻ ഉസ്താദിനെയും എല്ലാ മദ്ഹിൻ്റെ ആളുകളൊക്കെ സജീവമായി ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ഞാൻ ഒരു വിദ്യാർത്ഥിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒതുങ്ങിക്കൂടി ഇവരെയൊക്കെ ആസ്വദിച്ച് ഇപ്പം വലിയ സംഭവമാണെന്നല്ല പറയുന്നത്, ആ പഠിക്കുന്ന സമയത്ത് അവരൊക്കെ പിന്നെ ഇങ്ങനെ വീക്ഷിക്കുകയും അവരൊക്കെ ഇഷ്ടപ്പെടുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ഒരു ആളാണ്. ഇപ്പോഴും അതൊക്കെ ഉണ്ട്. അങ്ങനെയാണ് പിന്നെ ബാബുവിനെ അവിചാരിതമായിട്ട് ഒരു പരിപാടിക്ക് ആദ്യമായിട്ട് കാണുന്നതും ഈ ഷെഹിൻ ബാബുവിൻ്റെ ശബ്ദം ആണ് ഞാൻ ആദ്യം കേൾക്കുന്നത്. അങ്ങനെയാണ് ഷെഹിൻ ബാബുവിനെ കണ്ടുമുട്ടുന്നത്. പിന്നെ ഇങ്ങനെ പതുക്കെ ഫുൾ ആയി മാറി. അവിചാരിതമായിട്ട് പിന്നെ നമ്മളെ ആരെങ്കിലും വിളിക്കുന്ന പരിപാടിക്ക് ഷെഹിൻ ബാബു ഉണ്ടാവും. ഷെഹിൻ ബാബുവിനെ ആരെങ്കിലും വിളിക്കുന്ന പരിപാടിക്ക് ഞാനും എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവും. അങ്ങനെ പിന്നെ അത് ഒന്നിച്ചാകാൻ തുടങ്ങി. രണ്ടുപേരെയും കൂടി ഒന്നിച്ച് കോൺട്രാക്ട്. ഉദാഹരണം ഞാൻ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ഷെയിനും കൂടി കൂട്ടി വരാൻ പറ്റുമോ, അല്ലെങ്കിൽ ഷെയിൻ വിളിക്കാൻ തങ്ങളെയും കൂടി കൂട്ടി വരാൻ പറ്റുമോ എന്നുള്ളത് അവിടെ ആയി. പിന്നെ ആരെങ്കിലും ഒരാളെ കിട്ടണമെങ്കിൽ ഒരാളെ വിളിച്ചാൽ മതി എന്നുള്ള, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നുള്ളൊരു കൺസെപ്റ്റ് രൂപപ്പെട്ട് അങ്ങനെയാണ് പിന്നെ തങ്ങൾ ഷെഹിൻ. ഇപ്പൊ പൊതുവെ ആളുകളുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ ഒരാളായിട്ട് കിട്ടൂല എന്നാണ്. അത് ശരിയാണോ സത്യത്തില്? അത് പിന്നെ പരിധിവരെ ശരിയാണ്. ഷെയിനെ വിളിക്കുകയാണെങ്കിൽ തങ്ങൾ എന്തായാലും ഉണ്ടാവും. തങ്ങളെ വിളിക്കുകയാണെങ്കിൽ ഷെയിനെ പ്രത്യേകം വിളിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു. ഇതിപ്പോ കല്യാണത്തിനൊന്നും ബാധിക്കൂലല്ലോ, കല്യാണം കൂട്ടിരിക്കല് അങ്ങനത്തെ പരിപാടിക്ക് പേഴ്സണലായിട്ട് വിളിക്കണതിനൊന്നും ഞാൻ ചോദിച്ചത്. അത് പരിപാടിക്കല്ലാതെ നിങ്ങളെ വെറുതെ വിളിക്കുകയാണെങ്കിൽ അതിന് രണ്ടാളെയും വേണ്ടി വരും എന്നുള്ള. ഇല്ല, അങ്ങനത്തെ പിന്നെ ക്ഷണങ്ങൾക്കും ഷെയിനെ പിന്നെ വിളിക്കണ്ടല്ലോ, തങ്ങളോട് പറഞ്ഞാൽ പോരെ, തങ്ങൾ ഷെയിനോട് പറയൂലേ, അങ്ങനെയൊക്കെ ആ രൂപത്തിലൊക്കെ. ഏതായാലും അവര് സൗഹൃദം നമ്മളിങ്ങനെ ഉണ്ടല്ലോ, സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ചില സൗഹൃദങ്ങളുണ്ടല്ലോ, അള്ളാഹു അതിൽ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ ഏതായിരുന്നാലും അങ്ങനെ പരിപാടിക്ക് പോകണം. ഇപ്പം പരിപാടിക്ക് പോകുന്നതിലെ നമുക്ക് അവസാനിപ്പിക്കാനായിട്ടായിരുന്നു. പരിപാടിക്ക് പോകുന്നതിലെ അനുഭവങ്ങൾ ഏത് ഭാഗത്തേക്ക് പരിപാടിക്ക്, അത് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ ആ കേൾക്കുന്നവർക്ക് പ്രശ്നം ഉണ്ടാവും. എന്നാൽ ഏത് ഭാഗത്തേക്ക് പരിപാടിക്ക് പോകുമ്പോഴാണ് കൂടുതൽ ആസ്വദിക്കാറുള്ളത്? ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എല്ലാ പരിപാടികളും ആസ്വദിക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ ചില സ്ഥലങ്ങൾ നമ്മൾ ചെല്ലുമ്പോൾ സദസ്സിൻ്റെ റെസ്പോൺസുകളും അവിടെയുള്ള ഹോസ്പിറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലം എടുത്ത് പറഞ്ഞാൽ പിന്നെ അതാണ് ഞാൻ ചോദിച്ചിട്ടാണ് പിന്നെ ഞാൻ പ്രശ്നമാകുമെന്ന് വിചാരിച്ചത്. ഞാൻ പാലക്കാട് ജില്ലക്കാരനാണ്. പാലക്കാട് ജില്ലയിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ നന്നായിട്ട് പരമാവധി ഇത്തരം പ്രോഗ്രാമുകൾ ഉഷാറായിട്ടാണ് നടത്താറുള്ളത്. അതുപോലെ എല്ലാവരും അവിടെ നിന്ന് സാന്ദർഭികമായിട്ട് പറയണം. എന്നാലും ഞാൻ പലപ്പോഴും എനിക്ക് ആലോചിക്കാറുണ്ട്, അപ്പം നിങ്ങളൊക്കെ നല്ല മദ്ഹ് ഗാനം പാടുകയാണെങ്കിൽ എന്നുണ്ടെങ്കിലും പിന്നെ സദസ്സ് എന്തെന്നറിയോ, സദസ്സ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സദസ്സ് ഇങ്ങനെ ആവേശപൂർവ്വം കേട്ടിരിക്കും.
അങ്ങനെ കേട്ടിരിക്കുക എന്നുള്ളതിലപ്പുറം ഒരു ഇതുണ്ടാവില്ല. നേരെ വെച്ച് ഇപ്പം നോർത്തിലൊക്കെ പോവുകയാണെങ്കിൽ, നോർത്ത് ഇന്ത്യയിലൊക്കെ അവിടുത്തെ പരിപാടി കാണുകയാണെങ്കിൽ ആ പാട്ടുകാരനെ അങ്ങോട്ട് സമ്മതിക്കൂല പാട്ട് ഫുള്ളാക്കാൻ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ അതിൻ്റെ ഇടയിൽ ആ ആവേശം അത് നമ്മുടെ നാട്ടിൽ കുറവാണ് എന്ന്, അതൊരു യാഥാർത്ഥ്യമല്ലേ? അങ്ങനെ അത് പിന്നെ പക്ഷെ അത് ആസ്വദിക്കായിട്ടല്ല, അത് നമ്മുടെ മലയാളികളുടെ ആസ്വാദന രീതി അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടാണ്. അത് പിന്നെ മലയാളികൾ പിന്നെ മദ്ഹ് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കാനും കൂടുതൽ പ്രകടിപ്പിക്കാൻ നിൽക്കില്ല. ആ മദ്ഹിനെ മനോഹരമായിട്ട് നന്നായി ആസ്വദിക്കുന്ന ഒരു സമൂഹം നമ്മുടെ കേരളത്തിലുണ്ട്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ പിന്നെ അവർക്ക് ഇഷ്ടമാണ്. പിന്നെ റസൂലുള്ളാഹിൻ്റെ ഇനിയിപ്പോൾ ഒരു പാട്ട് പാടുന്നില്ല, ജസ്റ്റ് ഒരു വാക്ക് പറയുമ്പോഴേക്കും അവർ കടലിൽ തിരമാല അടിക്കുന്ന പോലെ ഒരു ആർത്തിരമ്പും. ആ ഒരു ശൈലി കേരളത്തിൽ ഇല്ല എന്നുള്ളൂ. പക്ഷേ മദ്ഹിനെ മനോഹരമായി സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും ഉൾക്കൊള്ളാനും അതിലൂടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന ആളുകൾ വരെ കേരളത്തിലുണ്ട്. ഇനി മറ്റൊന്നും കൂടി ചോദിക്കാം. ഇപ്പോൾ ഈ മേഖലയിലുള്ളത് കൊണ്ട് ഈ ത്വാഹ തങ്ങൾ എന്നുള്ള പേര് ഇത്തരം ആളുകൾക്ക് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് നമ്മുടെ നേതാക്കന്മാർ, ഉസ്താദുമാർ ഇവരോടൊക്കെ ഇതിൻ്റെ പേരിൽ ബന്ധപ്പെടാനുള്ള അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. വ്യക്തിപരമായിട്ട് തന്നെ സംസാരിക്കാനും ഈ പിന്നെ ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ നേതൃത്വങ്ങളായ ഉസ്താദുമാരൊക്കെ വീട്ടിൽ ഇരിക്കുന്ന സമയമാണല്ലോ. അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ അവരെ ആയുസ്സിൽ തന്നെ അവർ അത്രയും അടങ്ങി ഒതുങ്ങി നിന്ന സമയം ചിലപ്പോൾ ആ കാലഘട്ടമായിരിക്കും. ആ സമയത്ത് പേഴ്സണലായിട്ട് നമുക്ക് ഈ യാത്രക്ക് ഇങ്ങനെ പിന്നെ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിട്ടുള്ള യാത്രകളൊക്കെ ചെയ്ത് ഈ ഉസ്താദുമാരുടെ അടുത്തും നമ്മുടെ നേതൃത്വത്തിൻ്റെ അടുത്തും ഷെയ്ഖുന ഉസ്താദിൻ്റെ അടുത്ത് ഒക്കെ പോയിട്ട് അവരെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയമാണ്. അപ്പൊ പാടിപ്പിക്കും നന്നായിട്ട് ഈ മദ്ഹ് ഗാനം ആസ്വദിക്കുന്ന ആളാണ്. അപ്പൊ അതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ്. കുടുംബജീവിതത്തെ കുറിച്ച് ചോദിക്കാം, നമുക്കിത് അവസാനിപ്പിക്കണമല്ലോ. കുടുംബജീവിതം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബം എന്താണ്, ഇപ്പോഴത്തെ ആരൊക്കെയാണ് കുടുംബത്തിലുള്ളത്? ഉപ്പ, ഉമ്മ, പിന്നെ എനിക്ക് എല്ലാവരും ഉണ്ട്. ഉപ്പ, ഉമ്മ, പിന്നെ 2 ജ്യേഷ്ഠന്മാർ, ഒരു പെങ്ങള്. ഇവരൊക്കെ പൂക്കോട്ടൂർ തന്നെയാണോ? ഉപ്പ, ഉമ്മ എല്ലാവരും നമ്മളെ വീട്ടിൽ തന്നെയാണ്. പിന്നെ ഞാനാണ് ചെറിയ ആൺകുട്ടി, 3ാമത്തെ. അപ്പൊ വേറെ നേരത്തെ പറഞ്ഞ പോലെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് ചെറിയ ആളായതുകൊണ്ട് പ്രശ്നങ്ങളില്ലാതിരിക്കട്ടെ. ഞാൻ പറഞ്ഞിട്ട് ഉദ്ദേശം മനസ്സിലായിട്ടുണ്ടാവും. ഏതായിരുന്നാലും ചെറിയ ആളാണ്. പിന്നെ കല്യാണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുട്ടികൾ? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 വർഷമായി. എവിടുന്നാന്ന് പറയാൻ പറ്റുമോ? കോട്ടക്കൽ. അല്ല, എല്ലാ രഹസ്യങ്ങളും ചോദിക്കാൻ പറ്റില്ലല്ലോ. കോട്ടക്കൽ അടുത്തുനിന്നാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രിയതമ നിങ്ങളുടെ കൂടെ മംഗലാപുരത്തുണ്ടോ, അതെ ഇവിടെയാണോ? ഇല്ല, അവർ പിന്നെ പൂക്കോട്ടൂരാണ്, നമ്മളെ വീട്ടിൽ പൂക്കോട്ടൂരാണ്. അപ്പോൾ ഈ പിന്നെ എല്ലാവരും നേരിടുന്ന ഒരു ചോദ്യം ആണ് എന്ത്, ഇതിങ്ങനെ കറങ്ങണത് കാണുമ്പോൾ പിന്നെ വൈഫിന് പ്രശ്നം ഉണ്ടാവില്ല എന്ന്. കാരണം ഇന്ന് അവിടെ നാളെ ഇവിടെ, അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ടൂർ പോവുകയാണ്. ഇന്നിപ്പോൾ നിങ്ങളെ സ്റ്റാറ്റസ് കാണുമ്പോൾ മംഗലാപുരത്താവും, നാളെ കോഴിക്കോടാവും, മറ്റന്നാൾ തിരുവനന്തപുരത്താവും എന്നുള്ളത് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അതിന് ഉൾക്കൊള്ളും അല്ലേ? അതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. പാട്ട് ഇഷ്ടപ്പെടുന്നവരാണ് വീട്ടുകാരൊക്കെ. ഇപ്പം നിങ്ങളുടെ ഈ രംഗത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ വീട്ടുകാർ, സഹോദരന്മാരൊക്കെ താല്പര്യത്തോടെ അവർക്കൊക്കെ താല്പര്യം. കുട്ടികൾ? 2 മക്കളാണ്, ഒരു മോളും ഒരു മോനും. എത്ര വയസ്സാണ് മൂത്ത കുട്ടിക്ക്? മൂത്ത കുട്ടിക്ക് 3.5 വയസ്സ്. അൽഹംദുലില്ലാ. രണ്ടാമത്തെ മോനിപ്പം 3 മാസമായിട്ടുള്ളൂ. 3 മാസം. ഇപ്പൊ ആ പ്രാഥമിക സമയത്താണ്. ഏതായിരുന്നാലും കുട്ടികളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളാക്കട്ടെ. ഞാൻ ഈ ഇൻ്റർവ്യൂ ഇവിടെ താൽക്കാലിക അർദ്ധവിരാമം എന്നാണ് പറയുന്നത്. തങ്ങളോട് സംസാരിച്ച് അവസാനിച്ചിട്ടില്ല. കാരണം ഇനി ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാണ്ട്. പിന്നെ ഒരാളോട് ചോദിക്കേണ്ട നിർബന്ധമായിട്ടും ചില ചോദ്യങ്ങൾ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. അതിൽ പെട്ടതാണ് ഈ രംഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാനുള്ളത് ആരൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളെ വഴികാട്ടിയത് ആരൊക്കെയാണ് എന്നുള്ളത്. അത് തങ്ങൾക്കൊരു പ്രയാസം വരും ഞാൻ ആ ചോദ്യം ചോദിച്ചാൽ. കാരണം തങ്ങൾ സ്വാഭാവികമായിട്ടും കുറച്ച് ആളുകളുടെ പേര് പറയും. കാരണം ഓർത്തു വെക്കാൻ അപ്പോഴേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട 1-2 ആളുകൾ ചിലപ്പോൾ മിസ്സായിട്ടുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഞാൻ, അതായത് ടിപ്പിക്കൽ സ്റ്റൈൽ ചോദ്യങ്ങൾ ചോദിക്കാതെ ഞാൻ ഇങ്ങനെ ഒരു ലെറ്റ്സ് ടോക്ക് എന്നുള്ളതിന് അന്വർത്ഥമാക്കുന്ന രൂപത്തിൽ കുറച്ച് സംസാരിച്ചു എന്ന് മാത്രം. ഏതായിരുന്നാലും തങ്ങളെ നിങ്ങൾക്കിങ്ങനെ ഒന്ന് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, കുറേ ചോദ്യങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടാണ്
ഇപ്പോൾ താൽക്കാലിക അടിസ്ഥാനത്തിൽ അവസാനിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് ഈ മദ്ഹ് ഗാന രംഗത്ത് ധാരാളം കാലം ഇനിയും മുന്നോട്ട് പോകാൻ തൗഫീക്ക് നൽകട്ടെ. അതുപോലെ തന്നെ അത് ആസ്വദിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. തങ്ങളുടെ ആ മനസ്സിൻ്റെ ഉദ്ദേശം നമ്മളോട് ഷെയർ ചെയ്യണ്ടായി. ഇതിൽ ഒരു ദഴവുണ്ട്, ഒരു പ്രബോധനമുണ്ട്. അത് യഥാർത്ഥമായ രൂപത്തിൽ വിജയിപ്പിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്നാണ് തങ്ങൾക്കിനി അവസാനമായിട്ട് പ്രേക്ഷകരോട് പറയാം. ഈ പിന്നെ പാട്ടിന് ഈ ആധുനിക കാലത്ത് പിന്നെ ഞാൻ നേരത്തെ സാറിന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ പിന്നെ ബിരുദം ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പള്ളിയിൽ, ഒരു ദർസിൽ, ഒരു സ്ഥാപനത്തിൽ എനിക്ക് ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ഒതുങ്ങിക്കൂടാമായിരുന്നു. പക്ഷേ ഈ ഒരു പിന്നെ ഇതിൻ്റെ സാധ്യത, ഈ ആലാപനം കൊണ്ടുണ്ടാകുന്ന ഹൈറായ കാര്യങ്ങളെക്കുറിച്ച് ഈ പഠിക്കുന്ന സമയത്ത് കുറേ ഈ പിന്നെ ഇരുന്ന് ചിന്തിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ. വാർത്തയൊരു വാക്കായിട്ട് ഉപയോഗിച്ചതാണ് അനൗദ്യോഗിക ഗവേഷണം എന്ന്. മനസ്സിൽ അങ്ങനെ ഗവേഷണം നടത്താൻ. അതെ അതെ അതെ. ആ സമയത്ത് എനിക്ക് മനസ്സിലായത്, ഈ പിന്നെ ടി വി റിയാലിറ്റി ഷോകളിൽ പട്രുമാൽ, പിന്നെ മൈലാഞ്ചി, കുട്ടിക്കുപ്പായ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാപ്പിളപ്പാട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. മൈലാഞ്ചി, പട്രുമാൽ, 14 രാവ്, ഈ റിയാലിറ്റി ഷോകളെല്ലാം മാപ്പിളപ്പാട്ടിനെ ബേസ് ചെയ്തിട്ടാണുള്ളത്. ഈ റിയാലിറ്റി ഷോകളെല്ലാം വീക്ഷിക്കുന്ന ഒരു 80% മുസ്ലിമീങ്ങളല്ലാത്തവരാണ്. മുസ്ലിമീങ്ങളുടെ പാട്ട് കേൾക്കുന്നത്, ഇസ്ലാമിക പാട്ടുകൾ കേൾക്കുന്നത്, അള്ളാഹിൻ്റെ പ്രകീർത്തനങ്ങൾ മനസ്സിലാക്കുന്നത്, മുത്ത് റസൂലുള്ളാഹി തങ്ങളെ പാട്ടിലൂടെ മനസ്സിലാക്കുന്നത് മുസ്ലിമീങ്ങളല്ലാത്ത ഒരു വലിയൊരു ജനവിഭാഗം ഈ കേരളത്തിലുണ്ട്. അപ്പം അവരിലേക്ക് ഒരു ആദിഷ് കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി അള്ളാ എന്നുള്ള ആ പിന്നെ വരി ചൊല്ലുമ്പോൾ അത് ഏറ്റെടുത്തത് കേരള ജനത ഒന്നടങ്കായിരുന്നു. ഒരു അമുസ്ലിമായ ഒരു കുട്ടി അള്ളാഹിൻ്റെ മദ്ഹ് വാഴ്ത്തി പാടുമ്പോൾ അത് ഏറ്റെടുത്തത് ആ കുട്ടി വിശ്വസിക്കുന്ന മതത്തിൽപ്പെട്ട ആളുകളടക്കം, ഉള്ളവരടക്കം, ക്രിസ്ത്യൻ മതത്തിലുള്ളവരടക്കം എല്ലാവരും ആ കുട്ടിയുടെ ആ പാട്ടിനെ ഏറ്റെടുക്കുകയായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചത്, മുസ്ലിമീങ്ങളുടെ പാട്ടുകൾ കേൾക്കാൻ ഇവിടെ ഒരു പറ്റം ആളുകളുണ്ട്, ഗ്രൗണ്ട് ഉണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ റിയാലിറ്റി ഷോകളിൽ പട്രുമാലും 14 രാവും, മൈലാഞ്ചി, സ്വീകാര്യത. അതെ അതെ അതെ. പിന്നെ അതുമല്ല, പാട്ടിൻ്റെ ഏറ്റവും വലിയ സാധ്യത എന്താ വെച്ചാൽ, ചെറിയൊരു സമയത്തിനുള്ളിൽ വലിയൊരു മെസ്സേജ് സമൂഹത്തിലേക്ക് കൈമാറാൻ പറ്റുന്നത്. ഒരു 3 മിനിറ്റിൻ്റെ ഒരു മദ്ഹിലൂടെ പിന്നെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ കുറിച്ച് നേരത്തെ നിങ്ങൾ പറഞ്ഞ പാട്ടൊരു ഉദാഹരണമാണ്. ഇപ്പോൾ നിങ്ങൾ ലോകമേ കേൾക്കണം എന്ന് പറഞ്ഞല്ലോ, അതാ വിഷയമാണ്. ചെറിയൊരു ഗാനങ്ങളുടെ വലിയൊരു മെസ്സേജാണ് കൈമാറുന്നത്. ഈ ലോകത്തുള്ള മൊത്തം സംഖ്യ എടുത്തു നോക്കിയാലും അതിൽ 1% ചിലപ്പോൾ 1% ഉണ്ടാവുള്ളൂ പാട്ട് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത. 1% ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം 99.9 പാട്ട് ഇഷ്ടപ്പെടുന്നു. ഒരു പാട്ട് മുന്നിൽ വെച്ചെടുത്താൽ അതൊന്ന് എൻജോയ് ചെയ്യാത്തവരായി അല്ലെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. എന്നാൽ ഈ കേസെല്ലാം പ്രഭാഷണത്തിൻ്റെ വിഷയത്തിലുള്ളത്, അല്ലെങ്കിൽ എഴുത്തിൻ്റെ വിഷയത്തിലുള്ള അങ്ങനെയല്ല. ഈ പാട്ടാകുമ്പോൾ ആവിഷ്കാരങ്ങൾക്കൊന്നും ഈ ഒരു സ്വാതന്ത്ര്യ സൗകര്യം ഇല്ല, ഈ ഒരു സ്വീകാര്യത ഇല്ല. അപ്പം പക്ഷേ ഈ പാട്ടിൻ്റെ പൊതുവേ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, പ്രണയം, ആഭാസങ്ങൾ, ഇത്തരം പ്ലോട്ടുകളാണ് ഇതിൻ്റെയൊക്കെ കണ്ടന്റ്. അതിനു പകരം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനോഹരമായി ഈ സമൂഹത്തിലേക്ക് ഇങ്ങനെ എത്തിച്ചു കൊടുത്താൽ, ഈ പാട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത, ഒരേ കണ്ടന്റ് തന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ അത് ഹൃദയത്തിലേക്ക് പതിഞ്ഞ് കിടക്കും എന്നുള്ളതാണ് പാട്ടിൻ്റെ ഒരു വലിയ പ്രത്യേകത. അപ്പം ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഏതെങ്കിലും ഒരു കാലത്ത് എല്ലാവരിലേക്കും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്തിക്കാൻ, ചെറിയൊരു വരിയിലൂടെയെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞേക്കാം എന്നൊരു
ആഗ്രഹം താല്പര്യമാണ് ഇതിലേക്ക് അത് എത്തിച്ചത്. ഞങ്ങളെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അത് വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും തങ്ങളുടെ മനസ്സിലുള്ള രൂപത്തിൽ ഏറ്റവും അതിൻ്റെ ഔന്നിത്യത്തിൽ എത്തട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. ഏതായിരുന്നാലും വീക്ഷിച്ചതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.